എന്റെ പേരിൽ ഉച്ചക്ക് മൗലൂദുണ്ട് എന്നാ വിളിക്കുന്നത്, ചോറുണ്ട് എന്നല്ല വിളിക്കുന്നത്. എന്റെ വാക്കുകൾ ആർക്കും വിഷമമാകാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മൗലൂദിന് വേണ്ടി ക്ഷണിച്ചാൽ മൗലൂദ് തീരുന്നതിന് മുമ്പെങ്കിലും ഞങ്ങൾ അവിടെ എത്തിപ്പെടണം. അങ്ങനെ ആയിരിക്കണം മുഅ്മിനിന്റെ ലക്ഷ്യം. ധാരാളം പ്രായമുള്ളവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട പ്രായമുള്ള ആളുകളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ, യുവത്വ പ്രായത്തിൽ ഇവിടെ ധാരാളം മഖ്ബൂസ് മൗലൂദിന്റെ, ബദ്ർ മൗലൂദിന്റെ, ഖുതുബിയത്തിന്റെ, റാത്തീബിന്റെ മജ്ലിസുകൾ നമ്മുടെ വീടുകൾ നടന്നിട്ടില്ലേ? എപ്പോഴാണ് നമ്മുടെ ആളുകൾ എത്തിയിരുന്നത്? മുഴുവൻ ആളുകൾ എത്തിയതിന് ശേഷമല്ലേ പള്ളിയിലെ ഉസ്താദ് മൗലൂദ് തുടങ്ങുന്നത്? ഇന്ന് കല്യാണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൽക്കാരമുണ്ടെങ്കിൽ ഉസ്താദിനെ വിളിക്കുന്നത് എപ്പോ? 10:30 മണിക്ക്, 11 മണിക്ക്. കാരണം അവർ ഉച്ചക്ക് വന്നെങ്കിൽ അത് ബുദ്ധിമുട്ടായി പോവും, അത് ശല്യമായി പോവും, പ്രയാസമായി പോവും. സുബ്ഹാനല്ലാഹ്, മൗലൂദിന്റെ സദസ്സ്, പരിശുദ്ധമായ മൗലൂദ് നമ്മുടെ ഉമ്മത്തിന്റെ ഇടയിൽ ശല്യമായി പോയില്ലേ? ഒരു പ്രയാസമായി പോയില്ലേ? അത് പണ്ട് മുതൽക്ക് ഇങ്ങനെ ആചരിച്ചു വന്നു എന്നത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശമായി പോയില്ലേ? പ്രിയപ്പെട്ടവരെ, അതിനൊരു വ്യത്യാസം വരണം. നമ്മൾ ഈമാനികമായി പഴയ കാലത്തേക്ക് മടങ്ങേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ ചെറുപ്പകാലത്ത് മാലകൾ പാടിയിരുന്നില്ലേ? നഫീസത്ത് മാലയും, മുഹിയത്തീൻ മാലയും, ബദർ മാലയും, അതുപോലെ തന്നെ മഖ്ബൂസ് മൗലൂദും, ബദർ മൗലൂദും, അതുപോലെ ബുർദാ മജ്ലിസുകളും ധാരാളം പാടിയിരുന്നില്ലേ? ആ മജ്ലിസുകൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ആ മജ്ലിസുകൾ നമ്മൾ നിന്ന് ഓരോന്നായി ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചെറിയ മക്കളോട് നഫീസത്തുമാരെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് പരിചയമില്ല. നമ്മുടെ ചെറിയ മക്കളോട് ബദ്രമാലെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പരിചയമില്ല. പ്രിയപ്പെട്ട ഉമ്മമാരെ, റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും, റബ്ബിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. നമ്മുടെ മക്കളെ ഇസ്ലാമികമായി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥമായ ആശയാദർശത്തിന്റെ പിന്നിലായി നമ്മുടെ മക്കളെ വളർത്തല്, നമ്മുടെ മക്കളെ ആ ജീവിതത്തിലേക്ക് കൊണ്ടുവരുത്തല് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കാരണം അറിവില്ലായ്മ കൊണ്ട് മക്കൾ തെറ്റ് ചെയ്യുമ്പോ രക്ഷിതാക്കളായ ഞങ്ങളാ കുടുങ്ങി പോകുന്നത്. പ്രിയപ്പെട്ട ബാപ്പമാരെ, നിങ്ങൾ 5 വക്ത് നിസ്കാരത്തിലേക്ക്, പള്ളിയിലേക്ക് ജമാഅത്തിന് വരുമ്പോ, നിങ്ങൾ എല്ലാ സ്വലാത്തിനും പള്ളിക്ക് ജമാഅത്തിന് വരുമ്പോ നിങ്ങളെ ഉത്തരവാദിത്വം തീരുന്നില്ല. ചെറുപ്പക്കാരായ മക്കൾ നിങ്ങൾക്കുണ്ടോ? ആ മക്കളെയും പള്ളിയിലേക്ക് ക്ഷണിക്കുന്ന ഉത്തരവാദിത്വം പ്രിയപ്പെട്ട കാരണവന്മാരെ നിങ്ങൾക്കുണ്ട്. ഉമ്മമാരെ, നിങ്ങൾ സലാം ചൊല്ലുന്നവരാണ്. മഗ്‌രിബിന് ധരിച്ച മക്കാന കമീസ് കൊണ്ട് നിങ്ങൾ ഇശാ നിസ്കരിക്കുന്നവരാണ്. നിങ്ങൾ ഖുർആൻ ഓതുന്നവരാണ്. ശരി തന്നെയാണ്, അല്ലാഹ് കബൂൽ ചെയ്യട്ടെ. പക്ഷേ പ്രിയപ്പെട്ട ഉമ്മമാരെ, മഗ്‌രിബ് മുതൽ ഇശാ വരെ നിങ്ങൾ കമീസും മക്കനയിട്ട് നിസ്കാരപ്പായിൽ ഖുർആൻ ഓതി സ്വലാത്ത് ചൊല്ലി, ദിക്റുകൾ ചൊല്ലി, പ്രാർത്ഥന നടത്തിയത് കൊണ്ട് നിങ്ങൾ പരിപൂർണതയിൽ എത്തുന്നില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കള്, നിങ്ങളുടെ പേരക്കുട്ടികള് പുറത്ത് മൊബൈലിൽ കളിക്കുന്നുണ്ടെങ്കിൽ, അവർ പരസ്പരം അന്യപുരുഷന്മാരുമായി ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ അനാവശ്യം കാണുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ഉമ്മമാരെ, അതിന്റെ ഉത്തരവാദിത്വം നിങ്ങളെ തലയിലാണെന്നുള്ള കാര്യം നിങ്ങൾ വളരെ പ്രധാനമായി ചിന്തിക്കേണ്ടതുണ്ട്.